ദർശനം വായിക്കില്ലേ? വലിയ പാടാണ്, തൊണ്ട പോയിരിക്കുകയാണ്. എന്നാലും നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് CPIM വിട്ട് UDF-നൊപ്പം ചേർന്ന് മത്സരിച്ചത് 6 പേരാണ്. ഈ 6 പേരും ഇത്തവണ LDF-ന് ഇരട്ട പ്രഹരമാണ് നൽകിയത്. 5-ൽ 3 പേർ വിജയിക്കുകയും ചെയ്തു. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടി വിട്ട് വിമതരായി മത്സരിച്ചത് കണ്ണൂർ ജില്ലയിൽ ആകെ CPIM-ന് തിരിച്ചടിയുണ്ടാക്കി. തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും അമ്പലപ്പുഴയിൽ G സുധാകരനും UDF പിന്തുണയോടെ വിജയിച്ചതോടെ പാർട്ടിക്കകത്ത് തിരുത്തൽ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയർന്നിട്ടുണ്ട്. കൊട്ടാരക്കര ഐഷ പോറ്റി കനത്ത മത്സരം കാഴ്ചവെച്ചപ്പോൾ ഒറ്റപ്പാലത്ത് PK ശശിയും അമ്പലപ്പുഴയിലെ സുരേഷും കനത്ത പരാജയമാണ്. മലമ്പുഴയിലല്ല, S സുരേഷ് കനത്ത പരാജയം നേടി. മലമ്പുഴയിലാണ്. മലമ്പുഴയിൽ S സുരേഷും കനത്ത പരാജയം വാങ്ങിയത്. 2 തെറ്റുണ്ട്. വിമത നീക്കങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഈ വലിയ പരാജയം പാർട്ടി കോട്ടകളിൽ CPIM-ന് ഉണ്ടാകുമായിരുന്നോ എന്നതുകൂടി നമ്മൾ നോക്കാം. അതായത് കരുത്ത് കാട്ടി വിമതർ ഇങ്ങനെയാണ് വന്നത്. ആ വിമതരുടെ വോട്ട് ശതമാനം നമുക്ക് പരിശോധിക്കാം. വോട്ട് കണക്ക്: G സുധാകരൻ അമ്പലപ്പുഴയിൽ 27,935 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വലിയ ഭൂരിപക്ഷമാണ് G സുധാകരൻ അമ്പലപ്പുഴയിൽ കിട്ടിയത്. V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ 7,487 എന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി അദ്ദേഹത്തിന് അവിടെ കിട്ടി. TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ 12,568 എന്ന താരതമ്യേന വലിയ ഭൂരിപക്ഷം തന്നെ ഇവിടെ ഉണ്ടാക്കി. ഇതാണ് അതിൻ്റെ കാർഡ്. ഒന്ന് തോറ്റ ആളുകൾ ഇതാണ്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ 1012 വോട്ടുകൾക്ക് മാത്രമാണ് കൊട്ടാരക്കരയിൽ തോറ്റത് എന്ന് കാണണം. PK ശശി ഒറ്റപ്പാലത്ത് 26,777 എന്ന സാമാന്യം നല്ല തരക്കേടില്ലാത്ത വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തോറ്റു. S സുരേഷ് അമ്പലപ്പുഴയിൽ 26,367 വോട്ടുകൾക്ക് ആണ് പരാജയപ്പെട്ടത്. മലമ്പുഴ അവരുടെ ശക്തി കാണിച്ചു. ഇതാണ് വിമതരുടെ കണക്ക്. അതിൽ വലിയ വിമത കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏലക്കര കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തും മലമ്പുഴയിലുമായിരിക്കും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടാവുക. മറ്റു മണ്ഡലങ്ങളിലെല്ലാം പരിമിതമായ വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. അതായത് ജനം തീരുമാനിച്ച് വോട്ട് ചെയ്തിരിക്കുന്നത്, അതായത് വിസ്മയം എവിടെ സംഭവിച്ചാലും ആ എല്ലാ വിസ്മയത്തിനും അനുസരിച്ച് വോട്ട് ചെയ്യാം എന്ന് ജനം തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നവർ, ഞാൻ കരുതുന്നത് ഇപ്പോൾ CPIM-ൻ്റെ വോട്ടുകൾ മറ്റെല്ലായിടത്തും, ഇപ്പോൾ തളിപ്പറമ്പിൽ ഒരു സംശയമില്ല പോയിട്ടുണ്ട് UDF-ന് അനുകൂലമായി. പയ്യന്നൂരിൽ CPIM-ൻ്റെ വോട്ടുകൾ തീർച്ചയായും പോയിട്ടുണ്ട്. പക്ഷേ ഒറ്റപ്പാലത്ത് പോയിട്ടില്ല, മലമ്പുഴ പോയിട്ടില്ല. അതായത് ഇത്തരം വിസ്മയങ്ങൾ വേണ്ട എന്ന് VD സതീശനോടും അല്ലെങ്കിൽ കോൺഗ്രസിനോടും കൂടി പറയുകയാണത്. വിസ്മയങ്ങളായിക്കോട്ടെ, TK ഗോവിന്ദനെ പോലുള്ള വിസ്മയം ആയിക്കോട്ടെ, കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള പക്ഷേ പോലെയോ സുരേഷിനെ പോലെയുള്ള വിസ്മയം നേരത്തെ പറഞ്ഞ യഥാർത്ഥ ഇടതുപക്ഷത്തിന് അല്പം തെന്നി. അതല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ മികച്ച പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു. അതിനോട് ഒപ്പിച്ചെത്താവുന്ന തരത്തിലുള്ള മികച്ച പ്രകടനം അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥികളായിരുന്നെങ്കിൽ കഴിഞ്ഞേനെ. ഇതിപ്പോൾ എന്താണ്, ആ പ്രാദേശികമായി തന്നെ ഈ തീവ്രതയിളക്കലുമൊക്കെ നേരെ തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മാത്രമല്ല, ഈ തീവ്രതയിളക്കൽ എന്നുള്ള എന്താണ് അതിമാരക ശേഷിയുള്ള ആയുധം പുറത്തെടുക്കാനാകാതെയും പോയി UDF-ന് ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. ആ തെറ്റായ തീരുമാനം ജനം അവിടെ വെച്ച് തന്നെ തിരുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേത് ഞാൻ എൻ്റെ നേരത്തെ എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഇതിനകത്ത് നമ്മൾ ഇപ്പം എന്താണ് തൃക്കരിപ്പൂർ തോറ്റു, തൃക്കരിപ്പൂരല്ല പയ്യന്നൂരും തളിപ്പറമ്പ് നോക്കുക. പക്ഷേ അതായത് പയ്യന്നൂരിൽ ഞാൻ പെട്ടെന്ന് വായിക്കാം. 1965 AV കുഞ്ഞമ്പു CPM 12,475 വോട്ടുകൾക്ക് വിജയിച്ചു. 1967 AV കുഞ്ഞമ്പു CPM 15,061 വോട്ടുകൾക്ക് വിജയിച്ചു. 1970 AV കുഞ്ഞമ്പു CPM 7,621 വോട്ടുകൾക്ക് വിജയിച്ചു. 1977 N സുബ്രഹ്മണ്യ ഷേണായി 5,047, 80 N സുബ്രഹ്മണ്യ ഷേണായി 19,412, 82 MV രാഘവൻ 15,960, 87 CP നാരായണൻ CPM 7,840, 91 CP നാരായണൻ 12,165, 96 പിണറായി വിജയൻ 28,078, 2001 PK ശ്രീമതി 22,738, 2006 PK ശ്രീമതി 36,122, 2011 C കൃഷ്ണൻ 32,124, 2016 C കൃഷ്ണൻ 40,263, 2021 TI മധുസൂദനൻ CPM 49,780. പയ്യന്നൂരിലെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 1965 തൊട്ട് 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരൊറ്റ തവണ CPM-കാരനല്ലാത്ത സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിട്ടില്ല. പയ്യന്നൂർ. തളിപ്പറമ്പ് നോക്കോ. 1965 KP രാഘവ പൊതുവാൾ CPM 16,792, 1967 KP രാഘവ പൊതുവാൾ CPM 9,275, 1970 CP ഗോവിന്ദ നമ്പ്യാരെ 909, 1977 MV രാഘവൻ 1,525,
1980 CP മൂസാൻകുട്ടി 16,591. 1982 CP മൂസാൻകുട്ടി CPM 10,539. 1987 KKN പരിയാരം 2,616. 1989 പാച്ചേനി കുഞ്ഞിരാമൻ 6,311. 1991 പാച്ചേനി കുഞ്ഞിരാമൻ 10,700. 1996 MB ഗോവിന്ദൻ 17,617. 2001 MB ഗോവിന്ദൻ CPM 15,287. 2006 CKP പത്മനാഭൻ CPM 29,536. 2011 ജെയിംസ് മാത്യു 27,861. 2016 ജെയിംസ് മാത്യു 40,617. 2021 MB ഗോവിന്ദൻ 22,689. പയ്യന്നൂരും തളിപ്പറമ്പിലും ഒരു സിംഗിൾ ടൈം CPM അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ഒരു തവണ പോലും അവരുടെ ഭൂരിപക്ഷം ഒരു പരിധിക്കപ്പുറത്തേക്ക് താഴ്ന്നു പോയിട്ടുമില്ല. ഈ സ്ഥലങ്ങളിലാണ് ഈ വിമതർ അവിടെ വന്നിട്ട് വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്നത്. ടി കെ ഗോവിന്ദൻ്റെയും ബി കുഞ്ഞികൃഷ്ണൻ്റെയും ഭൂരിപക്ഷം നിസ്സാരമല്ല. 10,000-നടുത്ത് ബി കുഞ്ഞികൃഷ്ണനുണ്ട്, 13,000-ന് മുകളിൽ ടി കെ ഗോവിന്ദനുമുണ്ട്. അപ്പോൾ ആര് വോട്ട് ചെയ്തതാണ്? യഥാർത്ഥത്തിൽ അവിടുത്തെ CPM യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഇവരായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് ഇവരായിരുന്നു അവിടെ CPM. അപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്? നമ്മൾ ആരും കരുതിയില്ല ഹർഷ. ഞാനൊന്നും ഒട്ടും കരുതിയേയില്ല. പയ്യന്നൂരിലും ഇവിടെ ബി കുഞ്ഞികൃഷ്ണൻ ആദ്യമായിട്ട് ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമ്പോൾ ഞാനാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തോട് ടെലിയിൽ ചോദിക്കുന്നത്, താങ്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അങ്ങനെ ഒരു ആശയമേ ഇല്ല. ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു കാര്യമില്ല. അദ്ദേഹം പറയാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ഈ പ്രശ്നം മുന്നോട്ട് വെക്കാനായിട്ട് ഞാൻ വന്ന് പറഞ്ഞിരിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് രാഷ്ട്രീയം കറങ്ങിത്തിരിഞ്ഞ് നിന്ന് സതീശൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഒരു രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് അദ്ദേഹം മത്സരത്തിലേക്ക് വരുന്നു. ഈ ഒടുവിൽ PV അൻവർ അങ്ങോട്ടേക്ക് പോയപ്പോൾ PV അൻവറിനോട് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ തോക്കില്ല എന്നാത്രേ. അദ്ദേഹത്തോടൊപ്പം പോയ നിസാർ മേത്തർ ഫേസ്ബുക്കിൽ എഴുതി ഞാൻ വായിച്ചു. ഞാൻ ജയിക്കില്ല എന്നാണ് PV അൻവറിനോട് പറഞ്ഞത്. നല്ല പോരാട്ടമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ജയിക്കില്ലാന്നാണ് അദ്ദേഹം പോലും കരുതിയിരുന്നത്. ജയിച്ചു. അപ്പോൾ ആരാ അവിടെ CPM തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. CPMൻ്റെ വോട്ടാണ്. തലമുറകളായിട്ട് CPMനല്ലാത്ത മറ്റൊരാളെ വിജയിപ്പിക്കാത്ത ആ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് വിശദീകരിക്കാൻ ഇവർ വല്ലാതെ പാടുപെടേണ്ടി വരും. അവിടെയാണ് CPMൻ്റെ ഈ പറയുന്ന തോൽവിയുടെ ആഘാതം എത്രത്തോളം വലുതാണ്, എന്തുകൊണ്ട് അവർ തോറ്റു എന്ന കാര്യം കൂടുതലായിട്ട് പരിശോധിക്കേണ്ടി വരിക. ഞാൻ വായിക്കാത്ത ഒരു കാര്യം, ഇത് ഉദുമയിൽ ഞാൻ മുഴുവനായിട്ട് വായിക്കില്ല. 91 957 തൊട്ട് തുടങ്ങിയാൽ 96, 2001, 2006, 2011, 2016, 2021 ഈ പറയുന്ന 10,000-ത്തിനൊക്കെ അടുത്തും 27,000-ഒക്കെയാണ് അവരുടെ ഭൂരിപക്ഷം. അവിടെ പോയിട്ട് തൃക്കരിപ്പൂർ അതുപോലെ തന്നെ ഒരു തവണ പോലും ജയിച്ചിട്ടില്ല. ഇതാ 1977 തൊട്ട് 2021 M രാജഗോപാലൻ ജയിക്കുന്നത് വരെയുള്ള കണക്കുകൾ എൻ്റെ കൈവശമുണ്ട്. ഒരു തവണ പോലും അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. അപ്പോൾ സന്ദീപ് വാര്യർ ഇവിടെ ഈ മധ്യകേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയിട്ട്, പാലക്കാട് നിന്ന് അങ്ങോട്ട് കയറിപ്പോയിട്ട് അവിടെ ചെന്ന് വിജയിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ CPMകാർ CPMനെതിരെ വോട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൺസോൾട്ടേഷൻ ഉണ്ടായത് CPM വോട്ടുകളുടെ കൺസോൾട്ടേഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇത്ര തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായതെന്ന് നമ്മൾ വരും ദിവസങ്ങളിലെ ചർച്ചകളിലേക്ക് പോകും. ഞാൻ വിചാരിക്കുന്നത്, എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യം, CPM അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയത്തെ വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് CPMകാർക്ക് തന്നെയും തോന്നി. അവരുടെ ഭരണമാണ് ഈ നിലനിർത്തേണ്ടത് എന്ന മട്ടിൽ വികസനം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. വികസനമൊക്കെ ഒരു ഇടതുപക്ഷ സർക്കാരുകൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. വികസനത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തും പറയാനില്ല, കുറ്റം പറയാനില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ പലവണയായിട്ട് പറഞ്ഞാണ്. ഈ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ കൊണ്ടുവന്ന വികസന നേട്ടങ്ങളെ ഈ VD സതീശന് മറികടക്കണമെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും. അതവർ ചെയ്യുമോ ഇല്ലയോ എന്ന് ഇനിയുള്ള 5 വർഷങ്ങളാണ് കാണിച്ചു തരിക. അപ്പോൾ വികസനം എന്ന സംഗതിയെ വെച്ചിട്ടല്ല, നിങ്ങളുടെ രാഷ്ട്രീയം പറയൂ എന്നിടത്ത് ഇവർ പാളി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് ഹർഷ, അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നില്ല. ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ ഭാഗത്ത്, CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അവർ നേരിട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നില്ല. അത് ഇടതുപക്ഷ മുന്നണിയുടെയൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് വേണം പറയാൻ. അതായത് ഇപ്പം ചോദിക്കൂ പറയാം അല്ലെങ്കിൽ എന്നത് ഇവരുടെ ഒരു ശൈലി തന്നെയായിരുന്നു. അതായത് CPM അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാട് ചിന്തയിലേക്ക് ചോദിക്കൂ, ദേശാഭിമാനിയിൽ ചോദിക്കൂ പറയൂ. ലോകത്തിലെ ഒരു ചോദ്യത്തോടും ഉത്തരമില്ലാത്ത പരിപാടി CPMകാർക്കില്ല. ലോകത്തിൽ കാലാവസ്ഥാ മാറ്റത്തെപ്പറ്റി ചോദിച്ചാലും അതിനെപ്പറ്റി മാർക്സിസ്റ്റ് ഐഡിയോളജി എന്നുള്ളൊരു ഉത്തരം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ചോദ്യത്തോടും ഉത്തരം ഉണ്ടാകാതിരിക്കില്ല. ചിലപ്പോൾ EMS എഴുതുമ്പോൾ ആദ്യം ഒരു വരി ചോദ്യകർത്താവിൻ്റെ ഉദ്ദേശം ശരിയല്ല, ചോദ്യകർത്താവിൻ്റെ ചോദ്യം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു ഉത്തരം അദ്ദേഹം വെക്കും. പക്ഷേ ഇവിടെ നേരത്തെ എക്സാലോജിക്കിൻ്റെ കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് ഈ പണം വാങ്ങി എന്ന കാര്യത്തിന് ഉത്തരം സത്യത്തിൽ വന്നിട്ടില്ല. എന്തിനാണ് ഇങ്ങനൊരു സംഗതി നടന്നതെന്ന ചോദ്യത്തിന് അണികൾക്ക് ഉത്തരം കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് മറുപടിയായിട്ട് വന്നത്
തൻ്റെ കുടുംബത്തിന് നേരെ എല്ലാ കാലത്തും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ മക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണമാണ്. അത് തള്ളിക്കളയേണ്ടതല്ല. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പറഞ്ഞ പോയിന്റുകളെല്ലാം വസ്തുതാപരമാണ്. ഇപ്പോൾ കമല ഇന്റർനാഷണൽ എല്ലാം വസ്തുതാപരമാണ്. ഒരു വീടിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അത് പിണറായി വിജയന്റെ അദ്ദേഹം ഇതുകൂടെ പറയട്ടെ, ഈ പോയിന്റിൽ അദ്ദേഹം ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. പേഴ്സണലി ഞാൻ അങ്ങനെ ഒരാളെ അങ്ങനെ പറ്റി വിചാരിക്കുന്നേ ഇല്ല. പക്ഷേ മറുപടി തൃപ്തികരമായ തോതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാറിൽ കയറ്റി, കാറിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, കാറിൽ വന്നു കയറി, അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രായമുള്ള ആളോട് ഇറങ്ങിപ്പോകാൻ പറയുക. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരോധമായിട്ടുള്ള പ്രസ്താവനകൾ ആവർത്തിച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് ജനങ്ങൾക്കുതകുന്ന വിധത്തിലൊരു മറുപടി അവരുടെ മനസ്സിൽ പതിയുന്ന വിധത്തിൽ ഞങ്ങൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ആളല്ല എന്ന് പറയാൻ ആ തരത്തിലുള്ള ഉത്തരം, അതായത് ചോദ്യത്തിന് മറുപടി എന്ന മട്ടിലുള്ള ഖണ്ഡിതമായിട്ടൊരു ഒരു ഒരു ഗസ്റ്റർ ആ ഭാഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല, അപ്പോൾ AK ബാലനെ പോലുള്ള ആളുകൾ ഇതിനെ മറികടക്കുന്ന മട്ടിൽ തിരിച്ചാണ് സംഗതി എന്ന സംഗതിയെ സ്ഥാപിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. PK ശ്യാമളയെ മത്സരിപ്പിച്ചു എന്നത് അതിന് മതിയായ മറുപടി ആയോ എന്ന് ഇപ്പോൾ PK ശ്യാമള ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അതുകൊണ്ട് അവർ മത്സരിച്ചു കൊള്ളട്ടെ, MV ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയായിട്ട് മാത്രം പരിഗണിക്കരുത് എന്നൊരു വാദത്തെ, ഒരു പോയിന്റിനെ നമുക്ക് മുഖവിലക്കെടുക്കാവുന്നതേ ഉള്ളൂ, തള്ളിക്കളയാനൊന്നും പറ്റില്ല. അപ്പോൾ പല ആളുകൾ മത്സരിക്കണ്ടല്ലോ അങ്ങനെ എന്നും കരുതിയാൽ മതി. പക്ഷേ ആ ഗ്രൗണ്ടിൽ തന്നെയുള്ള ആളുകൾക്ക് ദഹിച്ചില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ദൂരെ നിന്ന് കാര്യങ്ങൾ നോക്കി വിലയിരുത്തുന്ന ആളുകളെ പോലെയല്ല, അവിടെയുള്ള ആളുകൾക്ക് ഇവർ രാഷ്ട്രീയ പ്രവർത്തകയാണ് എന്ന് അറിയാവുന്ന ആളുകൾക്ക് തന്നെയും മതിയായ മറുപടി ആയില്ല അത്. അപ്പോൾ വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല. ഈ കാര്യങ്ങളെ മറുപടി കൊടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. മറുപടി കൊടുത്തു പാളിപ്പോയാൽ ഇപ്പോൾ അവർക്ക് അപ്പുറത്ത് എന്താ ഉണ്ടായിരുന്നത്, ജമാഅത്തെ ഇസ്ലാമി ശരിയല്ല, ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നത് ശരിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉറച്ച നിലപാടിൽ നിൽക്കുന്ന VD സതീശനാണ് അവിടെയുള്ളത്. അപ്പുറത്ത് മറ്റേ സുകുമാരൻ നായരെയും ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളാപ്പള്ളിയെയും എതിർക്കുന്നയാളാണ് അവിടെയുള്ളത്. അതിന് പകരം അവിടെ അവരാണല്ലോ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇടതുപക്ഷം പോലെ ഉറച്ചു നിന്ന് നിലപാടെടുക്കുന്നത്. ഇവിടെ ഒരു ആകെപ്പഴ വളവള മറുപടികളും മറുപടി ഇല്ലായ്മകളുമാണല്ലോ കിട്ടുന്നത് എന്ന ചോദ്യം ഒരുപക്ഷെ ഇവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ നേരത്തെ വായിച്ച പയ്യന്നൂരും തളിപ്പറമ്പിലും CPM തോൽക്കുക? മറ്റെല്ലാം വിട്ടുകളാ. ഇപ്പോൾ G സുധാകരൻ അവിടെ ഒരുപക്ഷെ വിജയിച്ചേക്കും നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. നമ്മൾ അവിടെ പോയപ്പോൾ നമുക്കറിയാമായിരുന്നു. അവിടെയുള്ള ആളുകൾ, ഞാൻ അവിടെ പൊളിറ്റിക്കൽ മാസ് നടത്താൻ വേണ്ടി പോയപ്പോൾ ആളുകൾ ഒന്ന് പറയുന്നുണ്ടായിരുന്നു G സുധാകരൻ സഹോദരൻ ഒരുപക്ഷെ ജയിച്ചേക്കും എന്ന്. പിന്നെ ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെ പറഞ്ഞിരുന്നു. അത് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളുണ്ടായി. അപ്പം ഇവർ ഇത്രയും ആളുകൾ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് TK ഗോവിന്ദൻ ആദ്യ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഹർഷൻ നമ്മുടെ ക്യാബിലിരുന്ന് കാണുമ്പോൾ ഞാൻ പകുതിക്ക് വഴിക്കാണ് അങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഹർഷൻ പറഞ്ഞു, എടാ ഇത് ഭയങ്കര കൺവിൻസ് ചെയ്യുന്ന വിധത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ വിശകലനാത്മകമായിട്ട് ഇരുന്ന് കാണുമ്പോൾ പോലും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർക്ക് ആ വാർത്താ സമ്മേളനം കണ്ട മുഴുവൻ കേരളത്തിലെ ആളുകൾക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? TK ഗോവിന്ദന് 80 വയസ്സിനടുത്തുള്ള ആളാണ്, അപ്പോൾ ഇത്രയും കാലം CPM കാരനായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇത്രയും കൺവിൻസിംഗ് ആയിട്ടൊരു കാര്യം പറയുന്നു. അപ്പോൾ രാഷ്ട്രീയ കേരളത്തെ ആകെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായത് എന്ന് വെച്ചാൽ വിശ്വാസ്യത നഷ്ടമാണ്. അവരുടെ മുകളിലുള്ള വിശ്വാസം നഷ്ടമായി. ആ വിശ്വാസം നഷ്ടമാകാനുള്ള കാരണം അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തില്ല. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൻ്റെ ഒരു അടയാളപരമായിട്ടുള്ള, ഇതിപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് താഴെ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് വിഷമം തോന്നും. പക്ഷേ എന്നാലും അതിൻ്റെ അടയാളപരമായിട്ടുള്ളൊരു കാര്യമായിട്ടത് വന്നു എന്നെനിക്ക് തോന്നുന്നു. പല ചോദ്യങ്ങൾക്കും ഒരു കാലത്തില്ലാത്ത വിധം മറുപടി കിട്ടാത്ത, ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, ഞങ്ങളുടെ പാർട്ടിയുടെ വിശദീകരണം ഇങ്ങനെയല്ലോ വേണ്ടത് എന്ന തോന്നൽ ആളുകൾക്കുണ്ടായിക്കണം. അതുപോലെ അതിനോട് ചേർത്ത് തന്നെ പറയാവുന്ന ഒരു കാര്യം, ഈ പ്രായപരിധി ഒപ്പം ടേം വ്യവസ്ഥ, ഇത്തരം കാര്യങ്ങളെല്ലാം ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ എത്രയോ പാർട്ടി പ്രവർത്തകരുമായി സംസാരിക്കുന്നതാണ്. അവരെല്ലാം പറയുന്നത് ഇത് അതായത് അത് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു സംഗതിയായി അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നമ്മൾ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പല പ്രമുഖ നേതാക്കന്മാരെ മാറ്റി നിർത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ചെറുപ്പക്കാരെ കൊണ്ടുവരാനാണെന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിനപ്പുറത്ത് പ്രായപരിധിയുടെ കാര്യം പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ശൈലജ ടീച്ചറെ കേന്ദ്ര കമ്മിറ്റിയിൽ ശൈലജ ടീച്ചറെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന രീതിയിൽ പങ്കെടുക്കാം എന്ന് പറയുമ്പോൾ പങ്കെടുക്കുന്ന രീതിയില്ല, എന്നുവെച്ചാൽ അങ്ങനെ ഒരു തുടർച്ചയായി പങ്കെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മാറ്റി നിർത്തിയിരിക്കുന്നു. അവിടെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ തീരുമാനങ്ങളെല്ലാം
എല്ലാം ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ സെക്രട്ടറിമാർ പതിവില്ലാത്ത വണ്ണം സെക്രട്ടറിമാർ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ള ഒരു ലിസ്റ്റ് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് ജില്ലാ സെക്രട്ടറിമാർ ഏകപക്ഷീയമായി മത്സരിക്കേണ്ട ആളുകളുടെ പേര് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനപ്പുറത്തുള്ള ഒരു ചർച്ചയോ ഒരാലോചനയോ അതിനകത്ത് നടക്കുന്നില്ല. സ്റ്റേറ്റ് ലീഡർഷിപ്പ് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടോ എന്നുപോലും തിരിച്ചറിയാനാവാത്ത വണ്ണമാണ് പേരുകൾ വരുന്നത്. ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള ആരോപണങ്ങളാണ്. ഇതെല്ലാം അതായത് CPIM-ൻ്റെ ശീലിച്ചു വന്ന രീതികൾക്കപ്പുറത്തുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ഇതല്ലാതെ ഒരു കാര്യം കൂടെ എനിക്കത് അതിനോട് ചേർത്ത് പറയാനുണ്ട് സനീഷ്. അത് വേറൊന്നുമല്ല, ഈ താഴെത്തട്ടിൽ സാധാരണ ബ്രാഞ്ച് സെക്രട്ടറിമാരും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും പ്രത്യേകിച്ച് അതായത് ഈ CPIM-ൻ്റെ തുടർന്നു വരുന്ന സംഘടനാ രീതി കൊണ്ടും അവരുടെ പ്രവർത്തന രീതി കൊണ്ടുമൊക്കെ എടുക്കാനാവാത്ത ഭാരമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ പുതിയ കാലത്ത് എന്താ സംഭവം, ഈ ഭാരം വെച്ചുകൊണ്ട് നിരന്തരം ഈ ഫുൾ ടൈമറായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഈ പുതിയ കാലത്ത് സാധ്യമായ ഒന്നല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അവരുടെ മൊത്തം പ്രവർത്തന രീതിയിൽ പരിപാടികളിൽ ഒക്കെ മാറ്റം വരുത്തുന്നത്, കാലികമായ മാറ്റം വരുത്തുന്ന പരിപാടി ഇതുവരെ സത്യസന്ധമായി നടന്നിട്ടില്ല. അതായത് ഈ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല. ഇപ്പം നമ്മൾ RSSും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് വന്നു. അതിനുശേഷം അതിൻ്റെ വളർച്ച നമ്മൾ നോക്കൂ. 100 വർഷത്തിന് ഇപ്പുറത്തേക്ക് വന്നു നിൽക്കുമ്പോൾ RSSൻ്റെ രാഷ്ട്രീയ രൂപം ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാവുന്നു. കേരളത്തിലടക്കം ഈ ഘട്ടത്തിൽ സാന്നിധ്യം അറിയിക്കുന്നു. കേരളത്തിലെ അതായത് ആകെ CPIM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവശേഷിച്ച കേരളത്തിലാവട്ടെ ഭരണത്തിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ, അല്ലാതെ അവശേഷിക്കുന്നുണ്ട് എല്ലായിടത്തും. പക്ഷെ ഭരണത്തിൽ നിന്ന് അത് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള വസ്തുതയിൽ നമ്മൾ നിന്നുകൊണ്ട് ഇവരുടെ പ്രവർത്തന രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ്. ഞാനിപ്പോൾ പ്രധാനപ്പെട്ട പല BJP നേതാക്കളുടെയും ഓഫീസിലൊക്കെ പോയി അവരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ തൊഴിൽപരമായ കാര്യവുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ പ്രദേശത്തെയും സാഹചര്യത്തെയും ഒക്കെ മൊത്തത്തിൽ നോക്കി വിലയിരുത്തുമല്ലോ. അവിടെ അതിൻ്റെ പ്രവർത്തന രീതി തന്നെ കാലികമായി പരിഷ്കരിക്കപ്പെട്ടതാണെന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഇപ്പുറത്ത് അങ്ങനെയല്ല എന്നുള്ളതും ഈ കാലത്തിൻ്റെ അനുസൃതമായിട്ടുള്ള ഒരു മാറ്റം ആ രീതിയിൽ അവർ ഉൾക്കൊണ്ടിട്ടില്ല. നമ്മൾ ആശയപരമായി ഞാൻ എന്തായാലും വ്യക്തിപരമായി നമ്മൾ ഒരു ഇടത് ചിന്ത പേർന്ന ആൾ തന്നെയാണല്ലോ. ആ മട്ടിലാണല്ലോ നമ്മളവിടെ ചെന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അങ്ങനെ കൂടിയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവർക്ക് വലിയ ജോലിഭാരമാണ്. അപ്പോൾ എന്താണ്, പുതിയ ആളുകൾ ധാരാളം പേര് കൊഴിഞ്ഞു പോകും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പല ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ഏറ്റവും ചെറുപ്പക്കാരൻ എൻ്റെ പ്രായമെങ്കിലും കാണും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ചെറുപ്പക്കാരാണ്. അതെ, അത് ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അതിനൊരു കാരണം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ തുടർഭരണത്തിൻ്റെ ആലസ്യം എന്നുള്ളത് CPIM പോലെ ഒരു പ്രസ്ഥാനത്തിന് ഇനി അങ്ങോട്ട് ചേരുന്ന സംഗതി അല്ല എന്നുള്ളത് കൂടി വാസ്തവമാണ്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ സച്ചിദാനന്ദനെ ശക്തമായി വിമർശിക്കുകയൊക്കെ ചെയ്ത എല്ലാവരുമെങ്കിലും അതും ആ ഒരു നിലപാടുണ്ടല്ലോ, ആ പ്രഖ്യാപനം അത് ചെറുതല്ലാത്ത ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തുടർഭരണം ഈ ഇടതുപക്ഷത്തെ കുഴപ്പത്തിലാക്കും എന്നുള്ള ആ പ്രഖ്യാപനം നന്നായിട്ട് ഓടിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഒറ്റ കാര്യം, നമുക്ക് മറ്റു വിഷയങ്ങളും കൂടി ഉണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു പോട്ടെ. അതായത് ഈ ഇടതുപക്ഷം CPM ചെയ്ത ഒരു വലിയ, പ്രത്യേകിച്ചും CPM ചെയ്ത ഒരു വലിയ ഒരു വീഴ്ച എന്ന് പറയുന്നത്, ഇത്രയും വലിയ, അവർക്ക് മനസ്സിലാവാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ എന്നോട് സംസാരിച്ച വളരെ അക്കാഡമികമായിട്ടൊക്കെ കാര്യങ്ങൾ കാണുന്ന വളരെ അടിയുറച്ചൊരു CPM എൻ്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹം വളരെ CPM-കാരനാണ്, പക്ഷേ ഒരു അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, മുമ്പൊക്കെ ഇപ്പോഴല്ല കേട്ടോ, മുമ്പാണ്, എന്ന് വെച്ചാൽ റിസൾട്ട് വരുന്നതിന് മുമ്പാണ്, മുമ്പൊക്കെ പരാജയപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും ദേശാഭിമാനിയിൽ അതിനുള്ളൊരു സൂചന, ഒരല്പം നിങ്ങളൊന്ന് തയ്യാറായിരുന്നുള്ളൂ കേട്ടോ എന്നുള്ള സൂചനകൾ ദേശാഭിമാനി പത്രത്തിൽ കാണുമായിരുന്നു. പക്ഷേ ഇത് പ്രതീക്ഷ മാത്രമാണ് കൊടുത്തത്. പക്ഷേ പ്രതീക്ഷ മാത്രമാണ് കൊടുത്തതെങ്കിലും നമുക്കറിയാം ഏതാണ്ട് ഒരു 3/4 ആളുകൾക്കും അല്ലെങ്കിൽ 90% ആളുകൾക്കും CPM-നകത്തുള്ള ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു. പ്രതീക്ഷ വെക്കുന്ന ആളുകൾക്കടക്കം ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. അപ്പോൾ അതും സത്യത്തിൽ, അതായത് നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാവുന്നുണ്ടെന്നുള്ള ഫീല് ഇടതുപക്ഷം ഇത്തവണ മുന്നണി നേതൃത്വം CPM നേതൃത്വം കൊടുക്കാൻ തയ്യാറായില്ല എന്നും കൂടെ നമ്മൾ കാണണം. അവർക്ക് മനസ്സിലാവാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല.